നിറയെ പൊന്നടക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൽ പാക്കടലായി പറ നിറയെ പൊന്നടക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൽ പാക്കടലായി പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പറ നിറയെ പൊന്നടക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൽ പാക്കടലായി കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാത്തിയില്ലേ തോണിയൊടുത്തിലേ കാവിനുള്ളിൽ വിളക്ക് കൊളുത്തും കാവളം കിളിയേ കൈവള കാതില ചാത്തിയില്ലേ തോണിയൊടുത്തിലേ പറ നിറയെ പൊന്നടക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൽ പാക്കടലായി മിന്നിമിനുങ്ങള തിങ്കുകൊടുത്തിലേ പൊന്നാരം കണ്ടം നടുവാൻ നാട്ടടി കെട്ടിലേ പൊന്നാട്ടടി കെട്ടിലേ പറ നിറയെ പൊന്നടക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൽ പാക്കടലായി പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ കൈയടിക്കുമ്പോൾ നമ്മൾ ചാലക്കുടിയിൽ ഉള്ള നമ്മുടെ കറുവറ്റിലുള്ള സാറിനും നമ്മുടെ ജോസൂട്ട സാറിനും അറിയാൻ പറ്റും. ചാലക്കുടിയിൽ സെൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഇട്ടൂപ്പ് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ഡോക്ടർ പറഞ്ഞത് കൈയടിച്ചാലും ചിരിച്ചാലും അറ്റാക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. കൈയടിക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകളൊക്കെ പതുക്കൊന്ന് നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, അറ്റാക്കിന് പേടിയുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്തായാലും ചിരിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. ഒന്ന് ചിരിച്ച് നോക്കട്ടെ. അത് പറയുമ്പോൾ ചേച്ചി ചിരി. ആ സൗന്ദര്യം കയ്യടിയൊക്കെ നമുക്ക് ഏറെ സന്തോഷകരമായ നിമിഷം തന്നെയാണ്. നമുക്ക്
ചാലക്കുടിയെ സംബന്ധിച്ച് പ്രളയം കൊറോണ ശരിക്കും ബാധിച്ച സ്ഥലമാണ് ചാലക്കുടി. ആ ചാലക്കുടിയിൽ ഇവിടെ നിന്നായാലും പല സ്ഥലങ്ങളിൽ നിന്നായാലും ഒരുപാട് സഹായങ്ങൾ ലഭിച്ചെന്നുള്ളതാണ് പുറം സ്ഥലങ്ങളിൽ നിന്നും. അപ്പം എന്തായാലും സന്തോഷകരമായ നിമിഷം തന്നെ നമുക്ക് അടുത്തൊരു ഗാനത്തിനായി ഭാഗ്യലക്ഷ്മി തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ഒരു കൈയടി കൊടുത്തുകൊണ്ട് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾ കൈയടിക്കുമ്പോൾ നമുക്ക് 1-2 പാട്ടുകളാണ് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് പോവുള്ളൂ. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ, അതായത് മുതിർന്നവരെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് ഗംഭീരമായിട്ട് പോകാൻ സാധിക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം ഒട്ടും നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടെത്തുന്നത് തന്നെ. തീർച്ചയായിട്ടും നമുക്ക് ഭാഗ്യലക്ഷ്മി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇതൊരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. സംഗമ മൂവിയിലെ ജാനകിയമ്മ പാടിയ ഒരു സോങ് ആണ്, എ റഹ്മാൻ സാറിൻ്റെ. അപ്പം നല്ല സപ്പോർട്ട് ഉണ്ടാവില്ലേ? പാടിക്കോട്ടെ. താങ്ക് യു.